ജിഷ്ണോസ്ത്വം കൃഷ്ണസൂത ഖലു സമരമുഖേ ബന്ധുഖാദേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിതമയി സഖേ നിത്യ ഏകോയമാത്മാ കോവധ്യ കോത്രഹന്ത തദിഹ വദബിയം പ്രോജ്യമയി അർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനയഥാ ദർശയൻ വിശ്വരൂപം. ജിഷ്ണോഃ ത്വം കൃഷ്ണ സൂതഃ ഖലു സമരമുഖേ ബന്ധുഖാദേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിദം അയി സഖേ നിത്യ ഏകഃ അയം ആത്മാ കഃ വദ്യഃ കഃ അത്ര ഹന്ത തദിഹ വദബിയം പ്രോജ്യ മയി അർപ്പിതാത്മാ മയി അർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചര ഇതി പ്രകൃതിം അനയതാഹ ദർശയൻ വിശ്വരൂപം. ജിഷ്ണോഃ ത്വം കൃഷ്ണ സൂതഃ ഖലു സമരമുഖേ. ആ ജിഷ്ണുവിനെ സൂതനായിക്കൊണ്ട് തേരാളിയായിക്കൊണ്ട് ഭഗവാൻ യുദ്ധമുഖത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോഴാണ് ബന്ധുഖാദേ ദയാലും ഖിന്നം തം വീക്ഷ്യ, ബന്ധുജനങ്ങളെ വധിക്കണമല്ലോ എന്ന് വിവശനായിത്തീർന്ന ആ അർജുനനെ കിം ഇതം ഐ സഖേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അല്ലയോ സ്നേഹിത, നിത്യ ഏകഃ അയം ആത്മാ, നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന ഈ ആത്മചൈതന്യം എന്ന് പറയുന്നത് ഏകനാണ്, അത് നിത്യവുമാണ്, നശിപ്പിക്കപ്പെടാൻ കഴിയാത്തതാണ്. അങ്ങനെ ഇരിക്കെ കഹ വദ്യഃ, ആരാണ് വധിക്കപ്പെടുന്നത്, കഹ അത്ര ഹന്ത, ആരാണ് വധിക്കുന്നത്, തദിഹ വദബിയം പ്രോജ്യ, ഈ കൊല്ലുന്നു എന്നുള്ള ഭയത്തെ ഉപേക്ഷിച്ചിട്ട് മയി അർപ്പിതാത്മാ, എന്നിൽ മനസ്സ് അർപ്പിച്ചവനായിട്ട് ധർമ്മ്യം യുദ്ധം ചര, നിന്റെ ധർമ്മമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്താലും എന്ന് പറഞ്ഞ് പ്രകൃതി അനയതാഹ ദർശയൻ വിശ്വരൂപം, അയാളെ വിശ്വരൂപമൊക്കെ കാണിച്ചു കൊടുത്ത് അയാളെ യുദ്ധം ചെയ്യാൻ ഉത്സുകനാക്കി തീർത്തു ഭഗവാൻ. ഇവിടെ മഹാഭാരതത്തിലെ 700 ശ്ലോകങ്ങൾ കൊണ്ട് പ്രതിപാദിക്കുന്ന ഭഗവത്ഗീത തത്വത്തെ ഈ ശ്ലോകത്തിൽ വളരെ സമർത്ഥമായി തന്നെ മേൽപ്പത്തൂർ സംക്ഷേപിച്ചിരിക്കുന്നു. നിത്യ ഏകോയമാത്മാ കോ വദ്യ കോത്രഹന്ത, ഇത്രയും പദങ്ങളിൽ ആ ഭഗവത്ഗീത സാരം മുഴുവൻ വന്നു കഴിഞ്ഞു എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. അപ്രകാരം നശിപ്പിക്കപ്പെടുവാൻ കഴിയാത്തതായ ഈ ആത്മചൈതന്യത്തെ ആർക്കെങ്കിലും കൊല്ലുവാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊല്ലപ്പെടുവാനോ ഒന്നും സാധ്യമല്ല. നീ കേവലം നിൻ്റെ ധർമ്മമായിരിക്കുന്ന യുദ്ധം ചെയ്താലും എന്ന് പറഞ്ഞ് ഭഗവാന്റെ തേജോമയമായിരിക്കുന്ന വിശ്വരൂപത്തെ അർജുനന് കാണിച്ചു കൊടുത്തുകൊണ്ട് അർജുനൻ്റെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിച്ചു. ജിഷ്ണോസ്ത്വം കൃഷ്ണസൂത ഖലു സമരമുഖേ ബന്ധുഖാദേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിവിതമയി സഖേ നിത്യ ഏകോയമാത്മാ കോവധ്യ കോദ്രഹന്ത തദിഹ വദവിയം പ്രോജ്യമയി അർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനയഥാ ദർശയൻ വിശ്വരൂപം. ഭക്തോത്തം സേത ഭീഷ്മേ തവ ധരണിപരക്ഷേപകൃത്യൈകസക്തേ നിത്യം നിത്യം വിബിന്ദത്യവനിവൃതയുധം പ്രാപ്തസാദേ ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഗദരിവരം ധാരയൻ ക്രോധശാലീവ ആധാവാൻ പ്രാഞ്ജലിം തം നതശിരസമദോ വീക്ഷ്യമോദാതപാഗ. ഭക്തോത്തം സേ അഥ ഭീഷ്മേ തവ ധരണിപരക്ഷേപകൃത്യൈകസക്തേ നിത്യം നിത്യം വിബിന്ദതി അവനിഭൃത് അയുധം പ്രാപ്തസാദേ ച പാർത്ഥേ നിശസ്ത്രത്വ പ്രതിജ്ഞാം വിജഹദ് അരിവരം ധാരയൻ ക്രോധശാലി ഇവ ആധാവാൻ പ്രാഞ്ജലിം തം നതശിരസമദോ വീക്ഷ്യമോദാത് അപാക.
ഭക്തോത്തംസേ അത ഭീഷ്മേ, ഭഗവാന്റെ ഉത്തമ ഭക്തനായിരുന്നു ഭീഷ്മർ. ആ ഭീഷ്മരെ തവ ധരണിപരക്ഷേപകൃത്യസക്തേ, ഭഗവാന്റെ അവതാരോദ്ദേശമായിരിക്കുന്ന ഭൂമിയുടെ ഭാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള കൃത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു വരികയായിരുന്നു ഭീഷ്മപിതാമഹൻ. എങ്ങനെ? നിത്യം നിത്യം വിബിന്ദതി അവനിവൃത് ആയുധം. ഓരോ ദിവസവും യുദ്ധത്തിൽ 10,000 ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊന്നൊടുക്കി വരികയായിരുന്നു ഭീഷ്മർ. പ്രാപ്തസാധേജ പാർത്ഥേ, ആ സമയത്ത് പാർത്ഥനും ഒന്ന് ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ആ സമയത്ത് നിശസ്ത്രത്വ പ്രതിജ്ഞാം, ശ്രീകൃഷ്ണ ഭഗവാൻ ആയുധം എടുക്കില്ല എന്നുള്ള പ്രതിജ്ഞയെ ഉപേക്ഷിച്ചുകൊണ്ട് വിജഹത് അരിവരം ധാരയൻ ക്രോധശാലി ഇവ, കയ്യിൽ സുദർശന ചക്രവുമായിട്ട് വളരെ കോപിഷ്ഠനെ പോലെ ഭഗവാൻ പാഞ്ഞെടുത്തു. ആധാവാൻ പാഞ്ഞെടുത്തു ഭീഷ്മർക്ക് നേരെ. പ്രാഞ്ജലിം തം നദ ശിരസമതോ വീക്ഷ്യ മോദാതപാക. ആ രംഗം കണ്ട ഭീഷ്മരെ ഭഗവാന് നേരെ കൈകൂപ്പിക്കൊണ്ട് ശിരസ് നമിച്ചങ്ങ് നിന്നപ്പോൾ വളരെ സന്തോഷചിത്തനായിട്ട് ഭഗവാൻ മടങ്ങിപ്പോരുകയും ചെയ്തു. ഭഗവാന്റെ അവതാര പ്രയോജനമായിരിക്കുന്നത് ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊന്നൊടുക്കുക എന്നുള്ള കൃത്യത്തിൽ വ്യാപൃതനായിരുന്ന ഭീഷ്മപിതാമഹൻ ഓരോ ദിവസവും 10,000 രാജാക്കന്മാരെയാണ് കൊന്നൊടുക്കിയത്. ആ സമയത്ത് അർജുനൻ പോലും അല്പം ക്ഷീണിതനായി കാണപ്പെട്ട ആ സമയത്ത് ഭഗവാൻ തൻ്റെ ആയുധം എടുക്കുന്നില്ല എന്നുള്ള പ്രതിജ്ഞയെ ലംഘിച്ചുകൊണ്ടും ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുവാൻ നിർബന്ധിതനാക്കി തീർത്ത ആ ഭീഷ്മപിതാമഹന് നേരെ ചക്രായുധനായിട്ട് പാഞ്ഞെടുക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ ഭീഷ്മപിതാമഹൻ ശിരസ് നമിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുകൈയോടുകൂടി അഭിമുഖീകരിച്ചപ്പോൾ ഭഗവാൻ സന്തുഷ്ടചിത്തനായിട്ട് മടങ്ങിപ്പോരുകയാണ് ചെയ്തത്. ഇവിടെ ഭീഷ്മപിതാമഹനും അതുകൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനും ഓരോരോ പ്രതിജ്ഞകൾ എടുത്തിരുന്നു. ഭീഷ്മപിതാമഹൻ എടുത്ത പ്രതിജ്ഞ പാണ്ഡവരെ പിതാമഹൻ വധിക്കുകയില്ല എന്നതായിരുന്നു. അതേസമയം ശ്രീകൃഷ്ണ ഭഗവാൻ ആയുധം എടുക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് എടുത്തിരുന്നത്. ഈ രണ്ട് പ്രതിജ്ഞയ്ക്കും തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്താണെന്നാൽ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിൻ്റെ തലേനാൾ ദ്രൗപദി ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് എന്തെന്നില്ലാത്തൊരു ഭയം, നാളെ മഹാഭാരത യുദ്ധം തുടങ്ങുകയല്ലേ, എൻ്റെ ഭർത്താക്കന്മാർ വധിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിനൊരു മാർഗമുണ്ട്, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് നേരെ കൗരവ സൈന്യാധിപനായിരുന്ന ഭീഷ്മപിതാമഹൻ്റെ ശിബിരത്തിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് ഭഗവാൻ ദ്രൗപദിയെ ഭീഷ്മപിതാമഹൻ്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് അവിടെ ശിരസ് നമിച്ച് കിടക്കുവാനായിട്ട് പറഞ്ഞു. ധ്യാനത്തിലിരുന്ന ഭീഷ്മപിതാമഹൻ ഉണർന്നു നോക്കുമ്പോൾ അഴിഞ്ഞ കേശഭാരവുമായിട്ട് തൻ്റെ പാദങ്ങളിൽ സ്പർശിച്ച് കിടക്കുന്ന ആ സ്ത്രീ രൂപത്തെയാണ് കണ്ടത്. ഏതൊരു സ്ത്രീയെയും സാധാരണയെ അനുഗ്രഹിക്കുന്നത് പോലെ ഭഗവാൻ തൻ്റെ മുൻപിൽ കിടക്കുന്ന ആ സ്ത്രീയെയും സുമംഗലി ഭവ എന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അവൾ ശിരസ് ഉയർത്തി നോക്കിയപ്പോഴാണ് ഭീഷ്മപിതാമഹൻ പോലും ഞെട്ടിപ്പോയത്. നാളെ ഏതൊരു പാണ്ഡവർക്ക് എതിരെയാണോ യുദ്ധം ചെയ്യാൻ തുടങ്ങേണ്ടത്, ആ പാണ്ഡവരെ വധിക്കുകയില്ല എന്നുള്ള വരം ഈ ദ്രൗപദി എന്നിൽ നിന്ന് നേടിയെടുത്ത് കളഞ്ഞല്ലോ. എന്നാൽ ഈ ദ്രൗപദിക്ക് അത്രമാത്രം
ബുദ്ധിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ഇതിൻ്റെ ഉപജ്ഞാതാവ് മറ്റാരോ ആണെന്ന് മനസ്സിലായപ്പോൾ ഭീഷ്മപിതാമഹൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു. ഈ ആശയം എല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റേതാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഭീഷ്മപിതാമഹൻ പറഞ്ഞത്, അങ്ങയുടെ പ്രതിജ്ഞയെ ഞാൻ ലംഘിക്കുവാനായിട്ട് നിർബന്ധിതനാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഭഗവാൻ തൻ്റെ പ്രതിജ്ഞയെയും ഉല്ലംഘിച്ചുകൊണ്ട് തൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞയെ നിറവേറ്റി കൊടുക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്ന വസ്തുത. അപ്പോൾ ഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തനാണ് ശ്രേഷ്ഠൻ, തനിക്ക് സ്വയം ഭക്തൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ യാതൊരു മടിയുമില്ല എന്നുകൂടി കാണിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. ഭക്തോത്തം സേത ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യൈകസക്തേ നിത്യം നിത്യം വിബിന്ദത്യവനിവൃതയുധം പ്രാപ്തസാദേ ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഗദരിവരം ധാരയൻ ക്രോധശാലീവ ആധാവാൻ പ്രാഞ്ജലിം തം നദശിരസമദോ വീക്ഷ്യ മോദാദപാഗാ യുദ്ധേ ദ്രോണസ്യ ഹസ്തി സ്ഥിരരണഭഗദത്തേരിദം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാദത്ത ചക്രസ്ഥഗിതരവിമഹാ പ്രാർത്ഥയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലീം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകർഷീത് യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരരണ ഭഗദത്ത ഈരിതം വൈഷ്ണവാസ്ത്രം വക്ഷസി ആദത്ത ചക്രസ്ഥഗിതരവി മഹാ പ്രാർത്ഥയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ കേവലം കൃത്തമൗലീം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാം അകാർഷീത് യുദ്ധേ ദ്രോണസ്യ ദ്രോണര് സൈന്യാധിപനായി വന്ന ആ യുദ്ധസമയത്ത് ഹസ്തിസ്ഥിരരണ ഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്ത ഭഗദത്തനാൽ അയക്കപ്പെട്ട വൈഷ്ണവാസ്ത്രം നാരായണാസ്ത്രത്തെ വക്ഷസി ആദത്ത തൻ്റെ മാറുകൊണ്ട് തടുത്തു ഭഗവാൻ. അതുപോലെ തന്നെ ചക്രസ്ഥഗിത രവിമഹാ പ്രാർത്ഥയ സിന്ധുരാജം തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സൂര്യഗോളത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അവിടെ സന്ധ്യയെ നിർമ്മിച്ചു ഭഗവാൻ. അപ്പോഴാണ് അർജുനനെ ജയദ്രഥനെ വധിക്കുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ കർണനാൽ അയക്കപ്പെട്ട നാഗാസ്ത്രത്തെ ഭഗവാൻ ക്ഷിതിം അവനമയൻ തൻ്റെ രഥത്തെ ഭൂമിയിലേക്ക് താഴ്ത്തി കൊടുത്തുകൊണ്ട് ആ നാഗാസ്ത്രം കേവലം കൃത്തമൗലീം അർജുനൻ്റെ കിരീടത്തെ മാത്രം എടുത്തുകൊണ്ട് പോകുന്നതാക്കി തീർത്തു. ഭഗവാൻ അപ്രകാരം രഥത്തെ താഴ്ത്തിയിരുന്നില്ല എങ്കിൽ കർണൻ്റെ നാഗാസ്ത്രം നിശ്ചയമായും അർജുനൻ്റെ ശിരസ് കൊണ്ടുപോകുമായിരുന്നു. തത്രേ തത്രാവി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാം അകാർഷീത് ഇപ്രകാരം ഈ അർജുനനെ രക്ഷിച്ചതുപോലെ തന്നെ ഈ പാണ്ഡവന്മാരെയൊക്കെ എന്തെന്ത് തന്നെ ചെയ്ത് ഭഗവാൻ രക്ഷിച്ചില്ല. എല്ലായ്പ്പോഴും പാണ്ഡവ രക്ഷയ്ക്കായിട്ട് ഭഗവാന്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് ലഭിച്ചിരുന്നു എന്നതാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. ഭീഷ്മപിതാമഹൻ ഭാരത യുദ്ധത്തിൻ്റെ 10 ദിവസം കൗരവസേനയെ നയിച്ചതിന് ശേഷം പിന്നീട് കൗരവസേനയെ നയിച്ച ദ്രോണരുടെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഭഗദത്തൻ എന്ന് പറയുന്ന രാജാവ് ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത്
അർജുനന് നേരെ നാരായണാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അർജുനൻ്റെ സാരഥിയായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ആ നാരായണാസ്ത്രത്തെ തൻ്റെ മാറുകൊണ്ട് തടുത്ത് അതിനെ സ്വീകരിച്ചു. ആ നാരായണാസ്ത്രത്തെ ഒരു അലങ്കാരമാക്കി ഭഗവാൻ തൻ്റെ മാറിൽ വെച്ചു. അതുപോലെ തന്നെ അഭിമന്യുവിനെ ചതിയിൽ വധിച്ച ജയദ്രഥനെ ഇന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് വധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്ന് അർജുനൻ പ്രതിജ്ഞ എടുത്തിരുന്നു. ആ ദിവസം നടന്ന യുദ്ധത്തിൽ ദ്രോണരും അശ്വത്ഥാമാവും കർണനും എല്ലാം ഈ ജയദ്രഥനെ സംരക്ഷിച്ചുകൊണ്ടാണ് യുദ്ധം നടത്തിയത്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴും അർജുനന് ജയദ്രഥൻ്റെ അടുത്ത് പോലും എത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് സൂര്യഗോളത്തെ മറച്ച് ഒരു സന്ധ്യയെ നിർമ്മിച്ചു. ആ സമയം ആയപ്പോൾ സൂര്യ അസ്തമയം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെല്ലാം ആയുധം ഉപേക്ഷിച്ച് ആഘോഷത്താൽ മതിമറന്നവരായി തീർന്ന ആ സമയത്താണ് പെട്ടെന്ന് സുദർശന ചക്രം ഭഗവാൻ പിൻവലിച്ചതും അവിടെയെങ്ങും പ്രകാശം പരന്നതും അർജുനൻ ജയദ്രഥനെ വധിച്ചതുമെല്ലാം. അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ കർണൻ അർജുനന് നേരെ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഭഗവാൻ തേര് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ആ നാരായണാസ്ത്രത്തിൽ നിന്ന് ആ നാഗാസ്ത്രത്തിൽ നിന്ന് അർജുനനെ രക്ഷിച്ചു. ഭഗവാൻ രഥം ചവിട്ടി താഴ്ത്തിയത് കൊണ്ട് ആ നാഗാസ്ത്രം അർജുനൻ്റെ കിരീടത്തെ മാത്രം എടുത്തുകൊണ്ട് പോകുന്നതായി തീർന്നു. അല്ലായിരുന്നുവെങ്കിൽ അർജുനൻ്റെ ശിരസ് ഛേദിക്കുമായിരുന്നു എന്നതും ഇവിടെ വളരെ വ്യക്തമാണ്. ഇപ്രകാരം പാർത്ഥനെയും അതുപോലെ മറ്റുള്ള പാണ്ഡവരെയും ഒക്കെ ഭഗവാൻ എന്തെല്ലാം കർമ്മങ്ങൾ കൊണ്ട് അവരെ രക്ഷിച്ചെടുത്തു എന്നതും കൂടി ഇവിടെ മേൽപ്പത്തൂർ അനുസ്മരിക്കുന്നു. യുദ്ധേ ദ്രോണസ്യ ഹസ്തി സ്ഥിരരണഭഗതേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാദത്തചക്രസ്ഥഗിതരവിമഹാ പ്രാർത്ഥയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീത് യുദ്ധാദൗ തീർത്ഥഗാമി സകലുഹലതരോ നൈമിഷക്ഷേത്രമൃച്ഛൻ അപ്രത്യുത്ഥായി സൂദക്ഷേ കൃതസുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞഗ്നം ബല്വലം പർവണി പരിതളയൻ സ്നാതതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധനരണമശമം വീക്ഷയാതപുരീം തേ. യുദ്ധാദൗ തീർത്ഥഗാമി സകലു ഹലധരഃ നൈമിഷക്ഷേത്രം ഋച്ഛൻ അപ്രത്യുത്ഥായി സൂതക്ഷയകൃത് അഥ സുതം തൽപദേ കൽപ്പയിത്വാ യജ്ഞഗ്നം ബല്വലം പർവണി പരിതളയൻ സ്നാതതീർത്ഥോ രണാന്തേ സംപ്രാപ്തഃ ഭീമദുര്യോധനരണം അശമം വീക്ഷയാതഃ പുരീം തേ. യുദ്ധാദൗ മഹാഭാരത യുദ്ധം സമാരംഭിക്കുന്ന ആ സമയത്ത് തീർത്ഥഗാമി സകലു ഹലധരഃ ആ ഹലായുധനായിരിക്കുന്ന ബലരാമദേവൻ തീർത്ഥങ്ങൾ ആറാടുവാനായിട്ട് പുറപ്പെട്ടു. നൈമിഷക്ഷേത്രം ഋച്ഛൻ നൈമിഷാരണ്യം എന്ന് പറയുന്ന വളരെ ഭക്തി നിർഭരമായിരിക്കുന്ന യജ്ഞങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അപ്പോഴാണ് അപ്രത്യുത്തായ സൂതക്ഷയകൃത് തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാനുള്ള ഭാവം കാണിക്കാതിരുന്ന ആ സൂതനെ ബലരാമദേവൻ വധിച്ചു. അതിനുശേഷം സുതം തൽപതേ കൽപ്പയിത്വ അയാളുടെ പുത്രനായ ഉഗ്രശ്രവസിനെ
പുരാണ പാരായണത്തിനായിട്ട് നിയോഗിച്ചു ബലരാമദേവൻ. യജ്ഞഘ്നം ബെല്വലം പർവണി പരിതളയൻ. ഈ യജ്ഞത്തിനൊക്കെ വാവുതോറും നടക്കുന്ന യാഗത്തെ മുടക്കുവാൻ വരുന്ന ബെല്വലൻ എന്ന് പറയുന്ന അസുരനെ പരിതളയൻ വധിച്ചിട്ട് സ്നാതതീർത്ഥ, വീണ്ടും തീർത്ഥങ്ങളൊക്കെ ആറാടി നടന്നു ബലരാമദേവൻ. അത് കഴിഞ്ഞിട്ട് രണ അന്തേ, മഹാഭാരത യുദ്ധം അവസാനിക്കുന്ന സമയത്ത് സംപ്രാപ്ത, മടങ്ങിയെത്തി. ആ സമയത്ത് ഭീമദുര്യോധന രണം അശമം, ഭീമനും ദുര്യോധനം തമ്മിലുള്ള യുദ്ധത്തെ കണ്ടപ്പോൾ അത് ശമിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് കണ്ട ബലരാമദേവനാവട്ടെ യാതഹ പുരിയും തേ, തിരികെ ദ്വാരകാപുരിയിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ മഹാഭാരത യുദ്ധം തുടങ്ങുന്ന ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവ പക്ഷപാതിയാണ് എന്ന് ബലരാമന് തോന്നി. തന്നെയുമല്ല, അവർക്കെതിരേണ്ടി വരുന്നത് ദുര്യോധനൻ എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനെ തന്നെയാണ്. അതുകൊണ്ട് അവിടെയും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കുചേരാനായിട്ട് ബലരാമദേവൻ ഇഷ്ടപ്പെട്ടില്ല. ആ കാരണത്താൽ അദ്ദേഹം തീർത്ഥങ്ങൾ ആറാടുന്നതിനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ചെന്ന വഴിക്കാണ് നൈമിഷാരണ്യം എന്ന് പറയുന്ന ഭക്തിപൂർവമായ യജ്ഞങ്ങളൊക്കെ നടത്തുന്ന സ്ഥലത്തെത്തിച്ചേർന്നത്. അവിടെ ശൗനകാദി ബ്രാഹ്മണരെല്ലാം സൂത പൗരാണികനെ ഉന്നതമായ പീഠം നൽകി ആദരിച്ചിരുത്തി അദ്ദേഹത്തിൽ നിന്നും പുരാണങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടുകയായിരുന്നു. ആ സൂതൻ്റെ പേര് രോമഹർഷണൻ എന്നായിരുന്നു. ഈ സൂതൻ പുരാണ പാരായണം നടത്തുന്ന വേദിയിലേക്ക് കയറി ചെന്ന ബലരാമദേവനെ ഈ രോമഹർഷണൻ എഴുന്നേറ്റ് ആദരിച്ചില്ല എന്ന ഒരു വിഷമതയിൽ ബലരാമദേവൻ ആ രോമകൃഷ്ണൻ്റെ ശിരസ് അറുത്ത് കളഞ്ഞു. അപ്പോഴാണ് ശൗനകാദി ബ്രാഹ്മണന്മാരെല്ലാവരും വന്ന് ബലരാമദേവനോട് പറഞ്ഞത്, അങ്ങ് ചെയ്തത് ശരിയായില്ല, ഞങ്ങൾ അദ്ദേഹത്തിനെ ദീർഘായുസ് അനുഗ്രഹിച്ച് നൽകിക്കൊണ്ടാണ് ഈ പുരാണ പാരായണത്തിനായിട്ട് നിയോഗിച്ചിരുന്നത്. ആ വ്യക്തിയുടെ മരണം ഒട്ടും യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ആ രോമകൃഷ്ണൻ്റെ പുത്രനായ ഉഗ്രശ്രവസിനെ ബലരാമദേവൻ എല്ലാ അനുഗ്രഹം നൽകി പുരാണ പാരായണത്തിനായിട്ട് അവിടെ നിയോഗിച്ചു. എന്നിട്ട് ചെയ്തുപോയ പാപത്തിന് പശ്ചാത്താപമായിട്ട് വാവുതോറും യജ്ഞങ്ങൾ മുടക്കാനായിട്ട് വരുന്ന ബെല്ലുവിനെ വധിക്കണം എന്ന് ശൗനകാദികൾ ആവശ്യപ്പെട്ടു. ആ ബെല്ലുവിനെ വധിച്ചതിന് ശേഷം തീർത്ഥങ്ങൾ ആറാടി വീണ്ടും നടന്ന ബലരാമദേവൻ മഹാഭാരത യുദ്ധം തീരാറായ സമയത്ത് മടങ്ങിയെത്തിയപ്പോൾ ഭീമനും ദുര്യോധനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധമാണ് കാണാൻ സാധിച്ചത്. രണ്ടുപേരും യുദ്ധത്തിൽ പരാജയം അനുഭവിക്കാൻ യോഗ്യരല്ല എന്ന് മനസ്സിലാക്കിയ ബലരാമദേവൻ തിരികെ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. യുദ്ധാദൗ തീർത്ഥഗാമി സകലു ഹലധരോ നൈമിഷക്ഷേത്രമൃച്ഛൻ അപ്രത്യുത്ഥായി സൂതക്ഷേ കൃതദസുതം തൽപദേ കൽപ്പയിത്വാ യജ്ഞഘ്നം ബെല്വലം പർവണി പരിതളയൻ സ്നാതതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധന രണമശമം വീക്ഷയാദ പുരീം തേ സംസുപ്തദ്രൗപദേയ ക്ഷപണഹദധിയം ദ്രൗണിമേത്യത്വദുക്ത്യാ തന്മുക്തം ബ്രാഹ്മമസ്ത്രം സമഹൃത വിജയോ മൗലിരത്നം ജജഹ്രേ ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനരഭിജവിശത്യുത്തരാ ഗർഭമസ്ത്രേ രക്ഷൻ അങ്കുഷ്ടമാത്ര കില ജഡരമകാ ചക്രപാണിർവിഭോത്വം സംസുപ്ത ദ്രൗപദേയ ക്ഷപണഹദധിയം ദ്രൗണിം ഏത്യ ത്വദുക്ത്യാ തന്മുക്തം ബ്രാഹ്മം അസ്ത്രം സമഹൃത വിജയ മൗലിരത്നം ചജഹ്രേ ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനഃ അഭിജവിശതി
ഉത്തരാഗർഭം അസ്ത്രേ രക്ഷൻ അങ്കുഷ്ടമാത്ര കില ജഡരമകാഹ ചക്രപാണി വിഭോ ത്വം. സംസുപ്ത ദ്രൗപദേയ, മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുന്ന പാഞ്ചാലിപുത്രന്മാരെ, ക്ഷപണഹതീയം ദ്രൗണിം, ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ഒരു ദുർബുദ്ധി കാണിച്ചതാണ് അവരെയെല്ലാം വധിച്ചത്. അങ്ങനെയുള്ള ആ അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് അർജുനനും ഭഗവാനും കൂടി എത്തിച്ചേർന്നു. ത്വദുക്തിയ തന്മുക്തം ബ്രാഹ്മമസ്ത്രം, ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ആ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തെ സമഹൃത വിജയ, അതിനെ ഉപസംഹരിച്ചു അർജുനൻ. അത് കഴിഞ്ഞിട്ട് മൗലിരത്നം ചജഹ്രേ, ചിരഞ്ജീവിയായിരുന്ന അശ്വത്ഥാമാവിൻ്റെ ചൂടാരത്നത്തെ ചൂഴ്ന്നെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഉച്ചിത്തെ പാണ്ഡവാനാം, പാണ്ഡവ വംശത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പുനഃ അഭിജ വിശതി ഉത്തരാഗർഭമസ്ത്രേ, ഈ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തെ അതിൻ്റെ തേജസ്സിൽ നിന്നും ഈ പാണ്ഡവരുടെ വംശം നിലനിർത്തുവാൻ ഉള്ള ഉത്തരയുടെ ഗർഭത്തിൽ ഉള്ള പരീക്ഷത്തിനെ ഭഗവാൻ സുദർശന ചക്രവുമായി പ്രവേശിച്ച് രക്ഷൻ അങ്കുഷ്ടമാത്ര, ഒരു പെരുവിരലിൻ്റെ വലിപ്പം ഉള്ളവനായി ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു ഭഗവാൻ. എന്നിട്ട് ജഡരമകാഹ, ഉത്തര ഗർഭത്തിൽ പ്രവേശിച്ച് ചക്രപാണിഹി വിഭോത്വം, ചക്രധാരിയായ ഭഗവാൻ അവിടെ ചെന്നിട്ട് രക്ഷൻ, ആ ഉത്തരാഗർഭത്തെ അല്ലെങ്കിൽ പരീക്ഷിത രാജാവിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം അശ്വത്ഥാമാവ് മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ പരിക്ഷീണരായി കിടന്നുറങ്ങിയിരുന്ന പാഞ്ചാലി പുത്രന്മാരെയൊക്കെ ശിരസറുത്ത് കൊണ്ടുവന്ന് ദുര്യോധനൻ്റെ മുന്നിൽ വെച്ചു. ഈ കഥയറിഞ്ഞ പാണ്ഡവരും അർജുനനുമെല്ലാം അശ്വത്ഥാമാവിൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്നപ്പോൾ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു. ഈ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ഉപസംഹാരം അറിയാതിരുന്ന അശ്വത്ഥാമാവ് അയച്ച ഈ ബ്രഹ്മാസ്ത്രത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ തന്നെ ഉപസംഹരിച്ചു. അത് കഴിഞ്ഞിട്ട് അശ്വത്ഥാമാവിനെ ശിക്ഷിക്കുന്നതിനായിട്ട് ചിരഞ്ജീവിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ചൂടാരത്നത്തെ ചൂഴ്ന്നെടുത്തു. വീണ്ടും അശ്വത്ഥാമാവിലുണ്ടായിരുന്ന ആ പ്രതികാരാഗ്നി അടുത്ത ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് പാണ്ഡവ വംശത്തിൻ്റെ ഏക കുലതന്തുവായ ഉത്തരാഗർഭത്തിലിരിക്കുന്ന പരീക്ഷത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രഹ്മാസ്ത്രം പാഞ്ഞു ചെന്നപ്പോൾ ആ ഉത്തരവെന്ന് ഭഗവാന്റെ പാതാരവിദ്യങ്ങളിൽ ശരണാഗതിയടഞ്ഞ ആ സമയത്ത് ഭഗവാൻ ഒരു അങ്കുഷ്ടമാത്ര പരിമാണകനായിട്ട് ചക്രപാണിയായി ആ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള പരീക്ഷത്തിൻ്റെ രക്ഷ ചെയ്തു എന്നാണ് പറയുന്നത്. എത്രമാത്രം ക്ലേശകരമായ കാര്യവും ഭഗവാൻ പാണ്ഡവന്മാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ഭഗവാൻ നിർവഹിക്കുന്നു. എല്ലായ്പ്പോഴും ഭഗവാൻ പാണ്ഡവരോട് പറയാറുള്ളതും അതുതന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നാൽ നിങ്ങളുടെ കൂടെ ധർമ്മം ഉള്ളതുകൊണ്ടാണ്. എവിടെയാണ് ധർമ്മമുള്ളത് എനിക്ക് അവരോടൊപ്പം നിൽക്കേണ്ടതായി വരുന്നു. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് ധർമ്മം ഉള്ളത്, എവിടെയാണോ അധർമ്മം കളിയാടുന്നത്, ആ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ യുഗം തോറും അവതാരത്തെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ വാക്കുകളെ സത്യമാക്കിക്കൊണ്ട് പാണ്ഡവർക്കുണ്ടാകുന്ന ഏത് വിഷമാവസ്ഥയും തരണം ചെയ്യാൻ ഭഗവാൻ വളരെ ഭക്തവാത്സല്യത്തോടുകൂടി അവരുടെ അടുത്ത് എത്തിച്ചേരുന്ന രംഗമാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്.
സംസുപ്ത ദ്രൗപദേയ ക്ഷപണഹതതിയം ദ്രൗണിമേത്യത്വദുക്ത്യാ തന്മുക്തം ബ്രാഹ്മമസ്ത്രം സമഹൃത വിജയോ മൗലിരത്നം ചജഗ്രേ ഉച്ചിത്യൈ പാണ്ഡവാനാം പുനരഭിജവിശത്യുത്തരാ ഗർഭമസ്ത്രേ രക്ഷൻ അങ്കുഷ്ടമാത്ര കില ജഡരമക ചക്രപാണിർവിഭോത്വം ധർമ്മൗഘം ധർമ്മസൂനോരഭിദദഖിലം ഛന്ദമൃത്യുസഭീഷ്മ ത്വാം പശ്യൻ ഭക്തിഭൂംനൈവ ഹി സപതിയയൗ നിഷ്കള ബ്രഹ്മഭൂയം സംയാജ്യാദാശ്വമേധൈസ്ത്രിഭിരതിമഹിതൈർധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തോ ദ്വാരകാം ത്വം പവനപുരപദേ പാഹി മാം സർവരോഗാത്. ധർമ്മൗഘം ധർമ്മസൂനോഃ അഭിദദത് അഖിലം ഛന്ദമൃത്യുഃ സ ഭീഷ്മഃ ത്വാം പശ്യൻ ഭക്തിഭൂംന ഏവ ഹി സപതിയയൗ നിഷ്കള ബ്രഹ്മഭൂയം സംയാജ്യ അഥ അശ്വമേധൈഃ ത്രിഭിഃ അതിമഹിതൈഃ ധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തഃ ദ്വാരകാം ത്വം പവനപുരപദേ പാഹി മാം സർവരോഗാത്. ധർമ്മൗഘം ധർമ്മസൂനോഃ അഭിദദത് അഖിലം. ധർമ്മങ്ങളുടെ എല്ലാം കൂട്ടത്തെ ഈ ധർമ്മപുത്രരായിരിക്കുന്ന യുധിഷ്ഠിരന് എല്ലാം പറഞ്ഞു കൊടുത്തു ഭീഷ്മപിതാമഹൻ. ഛന്ദമൃത്യുഃ സ ഭീഷ്മഃ. സ്വച്ഛന്ദമൃത്യുവായിരിക്കുന്ന ആ ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരനായിക്കൊണ്ട് സകലവിധ ധർമ്മങ്ങളെയും ഉപദേശിച്ചു. അതിനുശേഷം ത്വാം പശ്യൻ ഭക്തിഭൂംന ഏവ ഹി സപതിയയോ നിഷ്കള ബ്രഹ്മഭൂയം. ശ്രീകൃഷ്ണ ഭഗവാനെ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മപിതാമഹൻ കൺകുളിർക്കെ കണ്ടുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച ആ ഭീഷ്മപിതാമഹൻ നിഷ്കള ബ്രഹ്മമായി ഭവിച്ചു. അത് കഴിഞ്ഞ് സംയാജ്യ അഥ അശ്വമേധൈഃ ത്രിഭിഃ. വീണ്ടും ധർമ്മപുത്രരെ കൊണ്ട് 3 അശ്വമേധയാഗങ്ങളെ കൂടി ഭഗവാൻ ചെയ്യിച്ചു. അതിമഹിതൈഃ മഹത്തായ 3 അശ്വമേധയാഗങ്ങളാണ് പിന്നീട് നടന്നത്. ധർമ്മജം പൂർണ്ണകാമം. ധർമ്മപുത്രർക്ക് എല്ലാ ആഗ്രഹങ്ങളും നേടിയവനാക്കി തീർത്തിട്ട് സംപ്രാപ്തഃ ദ്വാരകാം. ഭഗവാൻ തിരികെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. പാഹിമാം സർവരോഗാത്. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. മഹാഭാരത യുദ്ധം എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ രാജ്യഭാരമൊക്കെ നടത്തിയ ധർമ്മപുത്രർക്ക് എന്തെന്നില്ലാത്ത ഒരു മനോവ്യഥ മനസ്സിനെ അലട്ടുന്നതായിരുന്നു. അതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പലരിൽ നിന്നും അതിനുള്ള പ്രതിവിധി തേടുകയുണ്ടായി. കൃപാചാര്യരുണ്ടായിരുന്നു, ധൗമ്യാചാര്യനുണ്ടായിരുന്നു, സ്വയം വ്യാസർ തന്നെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും കൂടെയുണ്ട്. എങ്കിലും ഇവരുടെ എല്ലാം ഉപദേശത്തിലൊന്നും ധർമ്മപുത്രരുടെ ഈ മനോവ്യഥ മാറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി ഈ ഭൂമിയിൽ ഒരാൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അങ്ങയുടെ ഈ മനോവ്യഥ മാറ്റിത്തരുവാൻ. അതും കുറച്ച് സമയത്തേക്കേ ബാക്കിയുള്ളൂ, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പാണ്ഡവരെയെല്ലാം ശരശയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വച്ചിട്ട് ഭീഷ്മപിതാമഹനോട് ധർമ്മപുത്രർ ധർമ്മത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെക്കുറിച്ചുമെല്ലാം ചോദിച്ചറിയുന്നു. അതിനുശേഷം ഈ ധർമ്മപുത്രർ തന്നെ ഭീഷ്മപിതാമഹനോട് ചോദിക്കുകയാണ്, എല്ലാ മനുഷ്യർക്കും ശ്രേയസ് ഉണ്ടാകുന്നതിനായിക്കൊണ്ട് ഏതൊരു ദേവതയെയാണ് ഭജിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഭീഷ്മപിതാമഹൻ ധർമ്മപുത്രക്കായിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം
ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച് ഭീഷ്മപിതാമഹൻ നിഷ്കള ബ്രഹ്മമായി ഭവിച്ചു എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അന്തകാലേജ മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അവസാന കാലത്ത് ആരാണോ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത് അയാൾ എന്നിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ട് ഭഗവാനായി ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം തന്നെ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിൻ്റെ സ്തവരാജൻ എന്നറിയപ്പെടുന്ന ഭീഷ്മസ്തുതിയെയും ഭഗവാനായി നിവേദിച്ചുകൊണ്ടാണ് ആ ഭീഷ്മപിതാമഹൻ ശരീരം ഉപേക്ഷിച്ചത്. ആ ഭീഷ്മപിതാമഹന് ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നിഷ്കള ബ്രഹ്മം ആയി തീരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു വയ്ക്കുന്നത്. അതിനുശേഷം സംയാജ്യത അത അശ്വമേധൈഹി ത്രിഭിഹി അതിമഹിതൈഹി, വളരെ മഹത്തരമായിരിക്കുന്ന 3 അശ്വമേധയാഗങ്ങൾ കൂടി ധർമ്മപുത്രരെ കൊണ്ട് ഭഗവാൻ ചെയ്യിച്ചതിന് ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ധർമ്മൗഘം ധർമ്മസൂനോരഭിദതകിലം ഛന്ദമൃത്യു സഭീഷ്മ ത്വാം പശ്യൻ ഭക്തിഭൂംനൈവ ഹി സപതിയയൗ നിഷ്കള ബ്രഹ്മഭൂയം സംയാജ്യാദാശ്വമേധൈസ്ത്രിഭിരതിമഹിതൈർധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തോ ദ്വാരകാം ത്വം പവനപുരപദേ പാഹി മാം സർവരോഗാത്.